യെസ്, സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇന്നിപ്പോൾ സൂപ്രണ്ടും അതുപോലെ തന്നെ സൂപ്രണ്ട് ചേർന്നൊരു വാർത്താ സമ്മേളനം നടത്തിയത് അടിമുടി കാര്യങ്ങൾ അവ്യക്തതയിലാക്കിയിരിക്കുകയാണ്. കാരണം അതിനിടയ്ക്ക് വന്നൊരു ഫോൺ കോളിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആരോപണങ്ങൾ വീണ്ടും ഡോക്ടർ ഹാരിസിനെതിരെ തന്നെ വഴിതിരിച്ചുവിടാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഒപ്പം തന്നെ ഹാരിസ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉടനെ അത്തരമൊരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? ഡോക്ടർ ഹാരിസ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഹാരിസ് ഉയർത്തുന്നത്. കാരണം ഈ ഡോക്ടർമാർ ഇവിടെ എത്തി പരിശോധന നടത്തി, അതിനുശേഷം വേറെ പൂട്ടൊക്കെ ഇട്ട് തൻ്റെ ഓഫീസ് പൂട്ടിയിട്ട് പോയി. ഇത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയമാണ് അദ്ദേഹം പറയുന്നത്. രേഖകൾ ഉൾപ്പെടെ കൃത്രിമത്താണ് സാധ്യതയെന്നും പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിലാണ് ഇന്ന് ഡോക്ടർമാരോ ഒരു പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ സൂപ്രണ്ടും പത്രസമ്മേളനം നടത്തിയത്. അടിമുടി ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു പത്രസമ്മേളനം കൂടിയായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. കാരണം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുവരും വാർത്താസമ്മേളനം വിളിച്ചതെങ്കിൽ മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ കൃത്യമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല. അത് മാത്രമല്ല ഒരു ഒരു വ്യക്തതയില്ലാത്തൊരു പത്രസമ്മേളനം കൂടിയായിപ്പോയി. അപ്പോൾ ഡോക്ടർ ഹാരിസ് മികച്ച ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഇവർ രണ്ടുപേരും അവസാനം എത്തി നിൽക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് തന്നെ ഇതിന്റെ ഈ സംഭവത്തിൽ കുറ്റക്കാരെന്ന നിലയിലേക്ക് വരികയാണ് ചെയ്തത്. കാരണം ഇത് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് ഈ ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്കോ ഒരാൾ വന്നു കയറിയതായി CCTV ദൃശ്യങ്ങൾ കണ്ടതായി പറയുന്നത്. അപ്പോൾ ആരാണ് കയറിയതെന്ന് സംബന്ധിച്ച് ഇതുവരെയും മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതിന് കാരണമായി വിശദീകരിക്കുന്നത് ഞങ്ങൾ ആദ്യം ആരോഗ്യവകുപ്പിനെ അറിയിക്കട്ടെ, പിന്നീടല്ലേ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് പോലും പോലീസിനെ അറിയിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ വിശദമായൊരു മറുപടി മെഡിക്കൽ കോളേജ് അധികൃതർ നൽകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടർ ഹാരിസ് ഇതിന്റെ ഈ റൂമിന്റെ കീ ഡോക്ടർ ടോണിയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ടോണിയാണ് ഈ പറയുന്ന ടോണിയുടെ അറിവോട് കൂടിയാവണം ഈ മുറിയിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക. നമ്മളത് ചോദിച്ചിരുന്നു. ഈ ഇതിന്റെ ഡോറ് കുത്തിപ്പൊളിച്ചെങ്ങാനുമാണോ അകത്ത് കയറിയത്? അല്ലാതെ കീ ഉപയോഗിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ കീ ഉപയോഗിച്ചിട്ടാണ് കയറിയെന്നുണ്ടെങ്കിൽ ഇതിൽ ടോണിയുടെ ഒരു പങ്ക് വേണമല്ലോ എന്നുള്ള അറിയുന്നു. പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു മറുപടിയും എന്തായാലും പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ സൂപ്രണ്ടും നൽകുകയും ചെയ്യുന്നില്ല. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു വിവാദമായൊരു ഫോൺ കോൾ വരികയും ചെയ്തിരുന്നത്. എന്തായാലും ഈ ഡോക്ടറെ ഒരു സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിന് പിന്നിൽ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്.